വളരെ സന്തോഷം. യമുന റാണി ഇറങ്ങിയോ മക്കളെ എന്ന ഒറ്റ ഡയലോഗ് മതി എന്റെ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് മനസ്സിലാക്കുവാൻ. ചില അമ്പരപ്പുകൾക്ക് വകയുള്ള ഒരിടത്തേക്കാണ് യാത്ര എന്ന് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് സ്ഥലം എറണാകുളം തൃപ്പൂണിത്തുറ. പോകുവാൻ ഇനിയും അല്പദൂരം കൂടിയുണ്ട്. മുൻപ് ഒരു ചോദ്യം, ഈ കട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിലെ 20-കാരിയായ യമുന റാണിയെ കാത്തിരിക്കുന്ന 97-കാരനായ ധീര വിക്രമൻ പിള്ളയെ മറന്നു കാണില്ലല്ലോ അല്ലേ? അദ്ദേഹത്തിന്റെ കോമഡികൾ കേട്ട് കൈയടിക്കുന്ന ഒരു 50% പേർക്കും അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി അറിവുണ്ടാകില്ല. പറയാം, ഇത് മലയാളത്തിന്റെ മഹാനടൻ KTS പടന്നയിൽ എന്ന മനുഷ്യന്റെ അരിക്കട. ഈ അരിക്കട കാണിക്കുവാനാണോ ഇവിടെ വരെ എത്തിയതെന്ന് ചോദിച്ചാലല്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ചാനലുകൾ ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാത്ത KTS പടന്നയിൽ എന്ന മനുഷ്യന്റെ വീട്ടിലേക്കാണ് എന്റെ യാത്ര. എന്നാൽ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നുമാണെന്ന് മാത്രം. ഈ കട വരുന്നത് തൃപ്പൂണിത്തുറ പുതിയകാവ്. ഇവിടെ നിന്നും വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. പോകുന്ന സ്ഥലം കൃത്യമായി പറയുന്നു. എറണാകുളം പനയ്ക്കൽ ഭഗവതി ടെമ്പിൾ റോഡ് ലെഫ്റ്റ് കയറി അകത്തേക്ക് 500 മീറ്റർ എത്തുമ്പോൾ റൈറ്റ് സൈഡ് വളവിലായി വരുന്നതാണ് KTS പടന്നയിൽ എന്ന സുബ്രഹ്മണ്യന്റെ വീട്. സൂക്ഷിക്കുക, ഇൻഡിപെൻഡൻസ്, വാമനപുരം ബസ് റൂട്ട്, ആദ്യത്തെ കൺമണി, ദില്ലിവാല, രാജകുമാരൻ തുടങ്ങിയ സിനിമകളിലെ KTS പടന്നയിൽ എന്ന നടന്റെ കഴിവ് മലയാളികൾ കണ്ടറിഞ്ഞത് തന്നെയല്ലേ? അപ്പോൾ ഇതാണ് KTS പടന്നയിൽ എന്ന മഹാനടന്റെ വീട്. വീട്ടുകാര്യങ്ങൾ പറയാം. അതിനു മുൻപ് ഒരു അരിക്കടക്കാരൻ നടനായ സംഭവം. അതൊരു വലിയ പടക്കം പൊട്ടലായിരുന്നു ഇവിടെ. 51 സിനിമകളിൽ അഭിനയിച്ച് വീണ്ടും അരിക്കടയിലൂടെ ജീവിതമായപ്പോൾ പടക്കം ഒന്നുകൂടി അങ്ങ് പൊട്ടുകയായിരുന്നു. ഒരു നടനാണ്, കോമഡി കഥാപാത്രങ്ങളൊക്കെ നന്നായി ചെയ്യുമെന്നല്ലാതെ അദ്ദേഹത്തെ പറ്റി ചോദിച്ചാൽ 5 വാക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തികച്ചു പറയുവാൻ അറിവില്ലായിരിക്കാം. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ അതങ്ങ് പരിഹരിക്കുക തന്നെ. KTS പടന്നയിൽ എന്ന മനുഷ്യനെ കുറിച്ച് അയൽവാസിയോട് നമ്മുടെ ക്യാമറാമാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പുള്ളിയുടെ മക്കളും കാര്യങ്ങളൊക്കെ എവിടെയാ? മക്കളവിടെ അപ്പുറത്തൊക്കെ സ്വന്തമായിട്ട് ആണല്ലേ? എത്ര പിള്ളേരാ? ഒരു മൂന്നാണും ഒരു പെണ്ണും. അതിന്റെ സിനിമാ ജീവിതമൊക്കെ എങ്ങനെയാ? സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം നാടകത്തിലാണ് തുടങ്ങിയത്. വൈക്കമാളവിയാണ് മെയിനായിട്ട്. പിന്നെ പല ട്രൂപ്പുകളിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി. ഓക്കെ. സിനിമയിൽ കയറിയതിനു ശേഷം പുള്ളി ഇവിടെ അല്ലേ താമസിച്ച? ഇവിടെ തന്നെ. അപ്പോഴും ആളിന് ഇവിടെ തന്നെയാണ് മരിച്ചത്. ഓക്കെ. അപ്പൊ മരണശേഷം പിന്നെ ഈ വീട് അതിനുശേഷം പിന്നെ മക്കളെല്ലാം അവരുടെ സ്വന്തം വീടുകളിലായതുകൊണ്ട് ഈ വീട് വാടക കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. വളരെ സന്തോഷം. മലയാള നാടക ചലച്ചിത്ര അഭിനേതാവും കോമഡി റോളുകളിൽ തിളങ്ങിയ കലാകാരനുമായിരുന്നു കൊച്ചുപടന്നയിൽ തായി സുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്ന KTS പടന്നയിൽ. നാടകത്തിൽ സജീവമായ സമയത്ത് തന്നെ അരിക്കട തുടങ്ങി. 1995 രാജസേനന്റെ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ചു. സ്റ്റേഷനറി കടയിൽ നിന്ന് സിനിമയിലെത്തി. കോമഡി റോളുകളിൽ തിളങ്ങിയിരുന്നുവെങ്കിലും സിനിമയില്ലാത്തപ്പോൾ വീണ്ടും അരിക്കടയിൽ സജീവമായി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാഷ് തന്നെയായിരുന്നു KTS പടന്നയിൽ എന്ന പേര് ഇട്ടുകൊടുത്തത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇദ്ദേഹത്തെ പോലുള്ള ജനഹൃദയങ്ങളിൽ എപ്പോഴും ജീവിക്കുന്ന നടന്മാരുടെ വീടുകളിലേക്ക് എന്താണ് വമ്പൻ ചാനലുകൾ പോലും ക്യാമറ തിരിക്കാത്തതെന്ന്. എന്തായാലും എന്നും എപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും നമ്മുടെ സ്വന്തം KTS പടന്നയിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്